Dear students, welcome to English online class of plus 1. നമ്മൾ എടുത്തു നിർത്തിയത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ തുടങ്ങി 4 പാരഗ്രാഫോ മറ്റോ നമ്മൾ എടുത്തു കഴിഞ്ഞിരുന്നു. നാലാമത്തെ പാരഗ്രാഫ് എടുത്തു നിർത്തിയത് ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്, അതുവരെയാണ് നമ്മൾ എടുത്തു നിർത്തിയത് അല്ലെ. അപ്പൊ നമ്മുടെ യങ് സീഗലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ദ യങ് സീഗൾ വാസ് നോട്ട് ഹാവിംഗ് ഇനഫ് കോൺഫിഡൻസ് ടു മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ആദ്യമായി പറക്കാൻ വേണ്ടത്ര ആത്മവിശ്വാസം അവന് പോരായിരുന്നു. And his siblings and parents shifted their home to another place. അവനെ വിട്ട് അവൻ്റെ പാരൻസും അവൻ്റെ സിബ്ലിങ്സും കൂടപ്പിറപ്പുകളും വേറെ സ്ഥലത്ത് അന്വേഷിച്ച് വേറെ സ്ഥലത്തേക്ക് താമസിക്കാൻ പോയി. ആൻഡ് ദ യങ് സീഗൾ വാസ് ഇൻ എ പാത്തറ്റിക് കണ്ടീഷൻ. ഒരു ദയനീയാവസ്ഥയിലായിരുന്നു നമ്മുടെ യങ് സീഗൾ. ആൻഡ് ഹി വാസ് ഈറ്റിംഗ് ഹി ate the eggshells from which he born. ഏതിൽ നിന്നാണോ അവൻ ജന്മമെടുത്തത് ആ മുട്ടയുടെ തൊണ്ടുകൾ തന്നെ തിന്നേണ്ട സ്ഥിതിവിശേഷത്തിലായി. Thus it was eating a part of himself. അത് അവനെ തന്നെ തിന്നുന്നതിന് തുല്യമായിരുന്നു എന്ന് പറഞ്ഞു നിർത്തി. Next paragraph. He then trotted back and forth from one end of the ledge to the other, his long grey legs stepping daintily, trying to find some means of reaching his parents without having to fly. But on each side of him, the ledge entered in a sheer fall of precipice with the sea beneath. And between him and his parents, there was a deep, wide crack. He then trotted back and forth. What do you mean by trot? T-R-O-T-T. Trot means to walk. T-R-O-T-T. Trot means to walk. അവൻ എങ്ങോട്ട് നടന്നു? ബാക്ക് ആൻഡ് ഫോർത്ത്. ഇപ്പം എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും മുൻപിലോട്ടും പുറകിലോട്ടും നടന്നു. ഫ്രം വൺ എൻഡ് ഓഫ് ദ ലെഡ്ജ് ടു ദി അതർ. കൂടിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ യങ് സീഗൾ അങ്ങനെ ഉലാത്തുകയാണ്. ഹിസ് ലോങ് ഗ്രേ ലെഗ്സ്, അവന്റെ നീളമുള്ള ഒട്ടും ആകർഷണീയമല്ലാത്ത അവന്റെ കാലുകൾ. GRAY ഗ്രേ. GRAY ഗ്രേ അർത്ഥം ഡള്ളാണ്, ഒട്ടും ഭംഗിയില്ലാത്ത. GREY ഗ്രേ എന്ന് പറഞ്ഞാൽ ചാര നിറത്തിനാണ് ഇംഗ്ലീഷിൽ ഗ്രേ എന്ന് പറയുന്നത്. GRAY ഗ്രേ എന്ന് പറഞ്ഞാൽ ഡള്ളായിട്ടുള്ള അപ്പിയറൻസിനെയാണ് എന്ന് പറയുന്നത് ഗ്രേ എന്ന് പറയുന്നത്. സോ ഹിസ് ലോങ് ഗ്രേ ലെഗ്സ്, അവന്റെ നീളമുള്ള ഒട്ടും ആകർഷണീയമല്ലാത്ത കാലുകൾ. സ്റ്റെപ്പിംഗ് ഡെയിൻറ്റ്ലി. വാട്ട് ഡു യു മീൻ ബൈ ഡെയിൻറ്റ്ലി? DAINTLY. ഡെയിൻറ്റ്ലി എന്ന് പറഞ്ഞാൽ വേച്ച് വേച്ച് നടക്കുക. അവൻ എങ്ങനെയാണ് നടക്കുന്നത്? വേച്ച് വേച്ചാണ് നടക്കുന്നത്. ട്രൈയിങ് ടു ഫൈൻഡ് സം മീൻസ് ഓഫ് റീച്ചിങ് ഹിസ് പാരൻസ്. അവൻ എന്താണ് അന്വേഷിക്കുന്നത്? എന്താണ് ശ്രമിക്കുന്നത്? ടു ഫൈൻഡ് സം മീൻസ്, എന്തെങ്കിലും ഒരു മാർഗം. ഓഫ് റീച്ചിങ് ഹിസ് പാരൻസ് വിത്തൗട്ട് ഹാവിങ് ടു ഫ്ലൈ. എങ്ങനെ എത്തണം പാരൻസിന്റെ അടുത്ത്? പറക്കാതെ തന്റെ അച്ഛനമ്മമാരുടെ അടുത്ത് എങ്ങനെ എത്തിപ്പെടാൻ പറ്റും എന്നതിനെ കുറിച്ച് അവൻ അതിനുള്ള ഒരു ശ്രമം നടത്തി നോക്കുകയാണ്. അവന്റെ നീളമുള്ള കാലുകൾ അവന് നടക്കാൻ തന്നെ സാധ്യമല്ല. അവൻ നടക്കുമ്പോൾ തന്നെ ഡെയിൻറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? വേച്ച് വേച്ചാണ് അവൻ നടക്കുന്നത്. But on each side of him, പക്ഷേ അവന്റെ ഇരുവശത്തും the ledge entered in a sheer fall of precipice. എന്താണ്? അവന്റെ ഇരുവശത്തും, അവന്റെ ആ ലെഡ്ജ് പാറയിടുക്കിന്റെ ഇരുവശത്തുമായി കാണപ്പെടുന്നത് എന്താണ്? ഷീർ ഫാൾ. വാട്ട് ഡു യു മീൻ ബൈ ഷീർ? ഷീർ എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള. പ്രസിപ്പൈസ് എന്താർത്ഥം? പ്രസിപ്പൈസ്. പ്രസിപ്പൈസ് എന്ന് പറഞ്ഞാൽ പാറക്കെട്ട്. കുത്തനെയുള്ള പാറക്കെട്ടുകളാണ് അവൻ താമസിക്കുന്ന ആ പാറയിടുക്കിന്റെ ഇരുവശവുമുള്ളത്. അതുകൊണ്ട് തന്നെ the ledge entered in a sheer fall of precipice with the sea beneath. എന്താണ് beneath എന്ന് പറഞ്ഞാൽ? താഴെ. താഴെയാണെങ്കിൽ വിശാലമായ കടൽപ്പരപ്പ്, അവന്റെ ലെഡ്ജിന്റെ ഇരുവശവുമാണെങ്കിൽ കുത്തനെയുള്ള പാറക്കെട്ട്. And between him and his parents there was a deep wide crack. അങ്ങനെ അവന്റെയും അവന്റെ പാരൻസിന്റെയും ഇടയിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണ്?
ഡീപ് വൈഡ് ക്രാക്ക്, ഒരു വലിയ വിള്ളൽ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന് ജീവിതത്തിലായാലും ശരി അനുഭവത്തിലായാലും ശരി അവന്റെ ജീവിതത്തിലും ഒരു വിള്ളൽ സംഭവിച്ചിരിക്കുകയാണ്. പാരന്റ്സിന്റെയും സിബ്ലിങ്സിന്റെയും അടുത്ത് നിന്നും ഒരു അകൽച്ച സംഭവിച്ചിരിക്കുന്നു. മാത്രമല്ല താമസ സ്ഥലം വെച്ച് നോക്കുകയാണെങ്കിലും ശരി അവൻ താമസിക്കുന്ന സ്ഥലവും അച്ഛനമ്മമാർ താമസിക്കുന്ന സ്ഥലവും മറുവശത്താണുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ വലിയൊരു ഗ്യാപ്പാണ്, വലിയൊരു വിള്ളലാണ് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. He then trotted back and forth from one end of the ledge to the other. കൂടിന്റെ ഒരു തലയ്ക്ക് തൊട്ട് മറ്റേ തല വരെ അവൻ നടക്കുകയാണ്. His long grey legs steps daintily. അവന്റെ നീളമുള്ള ആകർഷണീയമല്ലാത്ത കാലുകൾ വേച്ചാണ് അവൻ നടക്കുന്നത്. Trying to find some means of reaching his parents without having to fly. പറക്കാതെ എങ്ങനെ തന്റെ അച്ഛനമ്മമാരുടെ അടുത്തെത്താം എന്നതിനെ കുറിച്ച് ഒരു ആലോചന അവൻ നടത്തുന്നുണ്ട്. But on each side of him the ledge entered in a sheer fall of precipice. എന്താ മക്കളെ precipice? പാറക്കൂട്ടം. ആൻഡ് ഷീർ എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള പാറക്കൂട്ടമാണ് ഇരുവശത്തുമുള്ളത്. വിത്ത് ദ സീ ബിനീത്, അടിയിലാണെങ്കിൽ വിശാലമായ കടൽപ്പരപ്പാണ്. ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരന്റ്സ് ദർ വാസ് എ ഡീപ് വൈഡ് ക്രാക്ക്. അങ്ങനെ അവന്റെയും പാരന്റ്സിന്റെയും ഇടയിൽ ഒരു വലിയ വിള്ളൽ തന്നെ ഏർപ്പെട്ടു എന്ന് പറയാം എന്നാണ് ഈ പാരഗ്രാഫിന്റെ അർത്ഥം. ഓക്കെ, സോ നെക്സ്റ്റ് പാരഗ്രാഫ്. Surely he could reach them without flying. തീർച്ചയായും പറക്കാതെ അവന് അച്ഛനമ്മമാരുടെ അടുത്ത് എത്താം. എങ്ങനെയാണെങ്കിൽ if he could only move northwards along the cliff face. ക്ലിഫ് എന്ന് പറഞ്ഞാലും പാറക്കൂട്ടമാണ്. CLIFF, ക്ലിഫ് എന്ന് പറഞ്ഞാലും പാറക്കൂട്ടമാണ്. പ്രസിപ്പൈസ് എന്ന് പറഞ്ഞാലും പാറക്കൂട്ടമാണ്. ഓക്കെ, അപ്പൊ പാറ മുഖത്തുകൂടെ ക്ലിഫ് ഫേസ്, പാറമുഖം അതാണ് ക്ലിഫ് ഫേസ്. പാറയുടെ മുൻഭാഗത്തോടുകൂടെ അവന് നോർത്ത് വേർഡ്സ് അല്ലെങ്കിൽ സഞ്ചരിക്കാൻ പറ്റുകയാണെങ്കിൽ, വടക്കു ഭാഗത്തേക്ക് അവന് മൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവൻ അച്ഛനമ്മമാരുടെ അടുത്തെത്താം. ബട്ട് ദെൻ ഓൺ വാട്ട് കുഡ് ഹി വാക്ക്? അവൻ ഏതിലൂടെ നടക്കും എന്നതാണ് പ്രശ്നം. നടന്നു അങ്ങനെ പോവുകയാണെങ്കിൽ അവൻ അവിടെ എത്താം. പക്ഷെ ഏതിലൂടെ നടക്കും? There was no ledge. അവിടെ എന്തില്ല? പാറക്കൂട്ടങ്ങളില്ല. ആൻഡ് ledge എന്ന് പറഞ്ഞാൽ പാറയില്ല. ആൻഡ് he was not a fly. മാത്രമല്ല അവൻ ചെറിയൊരു ഈച്ചയോ ചെറിയൊരു പ്രാണിയോ ഒന്നുമല്ല. ആൻഡ് above him he could see nothing. മുകളിലേക്ക് നോക്കിയാലോ അവനൊന്നും കാണുന്നില്ല. ആകാശം അങ്ങനെ വിശാലമായി കിടക്കുന്നു. The precipice was sheer. ആ പാറക്കൂട്ടമോ എങ്ങനെയുള്ളതാണ്? കുത്തനെയുള്ളതാണ്. And the top of it was perhaps farther away than the sea beneath him. മുകളിലേക്ക് നോക്കുമ്പോൾ അവൻ കാണുന്ന ആകാശവും അതുപോലെ ആകാശം മുട്ടേ നിൽക്കുന്ന പാറക്കൂട്ടങ്ങളുമാണ് അവൻ കാണുന്നത്. അപ്പൊ ആ പാറക്കൂട്ടത്തിന്റെ തലപ്പ് എങ്ങനെയാണെന്ന് പറയുന്നു? farther away than the sea beneath him. അവന്റെ താഴെ കിടക്കുന്ന വിശാലമായ കടൽപ്പരപ്പ് എത്ര ദൂരത്തിലാണോ കിടക്കുന്നത് അതിനേക്കാൾ ദൂരെയാണ് എന്തുള്ളത്? ആ പാറക്കൂട്ടത്തിന്റെ മുനമ്പ് കാണുന്നത്. അതുകൊണ്ട് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ യങ് സീകളിനെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ്, വല്ലാതെ പിന്തിരിപ്പിക്കുകയാണ്. എന്തിൽ നിന്നും? ഫോർ മേക്കിംഗ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ആദ്യമായി പറക്കുന്നതിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കുന്ന ഘടകങ്ങളാണ് ഇതെല്ലാം. അവനൊരു ഈച്ചയായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു പ്രാണിയായിരുന്നുവെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും അച്ഛനമ്മമാരുടെ അടുത്തെത്തായിരുന്നു. പക്ഷെ ആസ് ആൻ യങ് സീഗൾ he could not walk northwards along the cliff face. ആ പാറയുടെ മുഖം അതായത് മുൻഭാഗത്തോടുകൂടി വടക്ക് ഭാഗത്തേക്ക് അവന് നടന്നു നീങ്ങുക പ്രയാസമാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അവിടെ ചോദ്യം കൊടുത്തിട്ടുണ്ട്. why could the seagull could not succeed in its attempt? എന്തുകൊണ്ടാണ് സീഗളിന് അവന്റെ പരിശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാഞ്ഞത്? എന്തുകൊണ്ടാണ്? because there was no enough place to walk through the northward direction.
ഓക്കെ, നോർത്ത് വേർഡ് ഡയറക്ഷനിൽ നടക്കാൻ വേണ്ട മാത്രം അത്രയും സ്ഥലം ഇല്ലായിരുന്നു. മാത്രമല്ല he was not a fly, അവനൊരു ഈച്ചയൊന്നുമല്ല. The precipice was sheer and the top of it was farther away than the sea beneath him. ആ precipice വളരെ കുത്തനെയുള്ളതാണ്. അതിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം എങ്ങനെയാണെന്ന് പറയുന്നു, കടൽ എത്രത്തോളം താഴെയാണോ സ്ഥിതി ചെയ്യുന്നത് അതിനേക്കാൾ 10 മടങ്ങ് ദൂരമാണ് മുകളിലേക്ക് കാണുന്നത്. ഈ ദൃശ്യങ്ങളെല്ലാം അവനെ വല്ലാതെ ഭയപ്പെടുത്തി. സോ ഹി കുഡ് നോട്ട് സക്സീഡ് ഇൻ ഹിസ് അറ്റംപ്റ്റ്, അവന്റെ ശ്രമത്തിൽ വിജയിക്കാൻ സാധിച്ചില്ല എന്ന് നമുക്ക് ഉത്തരമേതാം. അപ്പൊ അത്രയുമാണ് പാരഗ്രാഫിന്റെ. നെക്സ്റ്റ്, he stepped slowly out to the brink of the ledge. എന്തായാലും അവൻ ലെഡ്ജിന്റെ ആ പാറയിടുക്കിന്റെ ബ്രിങ്ക് എന്ന് പറഞ്ഞാൽ എഡ്ജ് ആണ്, വക്കിനെയാണ് ബ്രിങ്ക് എന്ന് പറയുന്നത്. BRINK, ബ്രിങ്ക് എന്ന് പറഞ്ഞാൽ എഡ്ജ്. ആ വക്ക് വരെ പതുക്കെ അവൻ സ്റ്റെപ്പ് ചെയ്ത് വന്നു, നടന്നു വന്നു. ആൻഡ് സ്റ്റാൻഡിങ് ഓൺ വൺ ലെഗ്, എന്നിട്ട് എന്ത് ചെയ്തു നമ്മുടെ യങ് സീകള്, ഒറ്റക്കാലിൽ നിന്നു. with other leg hidden under his wing, മറ്റേ കാൽ എന്ത് ചെയ്തു, അവന്റെ ചിറകിനടിയിൽ അവൻ ഒളിപ്പിച്ചു വെച്ചു. ഓക്കെ, ഒരു കാലിൽ നിന്നുകൊണ്ട് മറുകാല് ചിറകിനടിയിൽ ഒളിപ്പിച്ചു വെച്ചു. he closed one eye, എന്നിട്ടോ ഒരു കണ്ണടച്ചു. then the other, പിന്നീട് മറ്റേ കണ്ണും അടച്ചു. and pretended to be falling asleep. എന്താ pretend എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക. എന്താ അഭിനയിച്ചു? falling asleep, നല്ല ഉറങ്ങുകയാണ് എന്നുള്ളത് പോലെ ഒരു അഭിനയം, ഒറ്റക്കാലിൽ നിന്ന് ഒരു ഉറക്കം അഭിനയിച്ചു. still they took no notice of him. ആര് കാണാനാണ് അഭിനയം? അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും മറുപുറത്ത് താമസിക്കുന്നുണ്ട്. അപ്പൊ അവരെങ്ങാനും കണ്ടാലോ എന്ന് വിചാരിച്ചാണ് നമ്മുടെ യങ് സീകൾ എന്ത് നടത്തുന്നത്, അഭിനയം നടത്തുന്നത്. പക്ഷേ അവർ ശ്രദ്ധിച്ചതേയില്ല. still they took no notice of him, അവനെ ശ്രദ്ധിച്ചതേയില്ല. he saw his 2 brothers and sister lying on the plateau dozing with their heads sunk into their neck. അപ്പൊ അവൻ കണ്ട കാഴ്ച എന്താണ്? അവന്റെ ലെഡ്ജിൽ നിന്നുകൊണ്ട് അവൻ കണ്ട കാഴ്ച എന്താണ്? അവന്റെ 2 ബ്രദേഴ്സും, ഹിസ് 2 brothers and his sister, അവന്റെ സഹോദരിയും, ലൈയിങ് ഓൺ ദ പ്ലാറ്റ്യൂ. നേരത്തെ നമ്മൾ പറഞ്ഞു അവരൊരു സമതലത്തിലേക്കാണ് താമസം മാറിയിട്ടുള്ളത്, പ്ലാറ്റ്യൂവിലേക്കാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ ഒരു പീഠഭൂമിയിൽ അല്ലെങ്കിൽ ആ ഒരു സമതല ഭൂമിയിൽ അവരെ എങ്ങനെയാണ് കാണുന്നത്? അവന്റെ കൂടപ്പിറപ്പുകൾ ഡോസിങ്. എന്താണ് ഡോസിങ് എന്ന് പറഞ്ഞാൽ? ചെറിയൊരു മയക്കം. ഡോസിങ് പറഞ്ഞാൽ എന്താണ്? പാതി മയക്കത്തിനാണ് എന്ത് പറയുന്നത്, ഡോസിങ് എന്ന് പറയുന്നത്. പാതി മയക്കത്തിലാണ്. with their heads sunk into their neck, അവരുടെ തല കഴുത്തിലേക്ക് ചേർത്ത് വെച്ച് അങ്ങനെ ചെരിഞ്ഞു കടന്ന് 2 പേരും അവരുടെ കൂടപ്പിറപ്പുകളെല്ലാം ഉറങ്ങുന്ന കാഴ്ച യങ് സീകള് കൂട്ടിൽ നിന്ന് കണ്ടു. his father was preening the feathers. അച്ഛൻ എന്ത് ചെയ്യുകയാണ്? preening the feathers. what do you mean by preening? cleaning എന്നർത്ഥം. preening means cleaning the feathers. അച്ഛൻ മേലെ തൂവലുകളൊക്കെ തുടച്ചു മിനുക്കി. നമുക്ക് അറിയാം പക്ഷികൾ എങ്ങനെയാണ് അവർ വെറുതെ ഇരിക്കുന്ന സമയത്ത് തീറ്റയൊക്കെ തേടി വന്ന് അങ്ങനെ അവർ വയറൊക്കെ സുഭിക്ഷമായി വെറുതെ ഇരിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? അവരുടെ തൂവലുകളൊക്കെ കൊത്തി ഇങ്ങനെ മിനുക്കാറുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ നമ്മുടെ യങ് സീകളിന്റെ അച്ഛനും എന്ത് ചെയ്യുകയാണ്? ആ പക്ഷി അതിന്റെ തൂവലുകളൊക്കെ അങ്ങനെ തേച്ചു മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൺ ഹിസ് വൈറ്റ് ബാക്ക്, നല്ല വെളുത്ത തൂവലുകളാണ്. ആ വെളുത്ത തൂവലുകൾ അങ്ങനെ തേച്ചു മിനുക്കിക്കൊണ്ടിരിക്കുന്നു. ഓൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. ആര് മാത്രമേ യങ് സീകളിനെ നോക്കുന്നുള്ളൂ? അവന്റെ അമ്മ മാത്രമേ അവനെ നോക്കുന്നുള്ളൂ. അപ്പൊ ഒന്നുകൂടി നോക്കോളൂ പാരഗ്രാഫ്. he stepped slowly on to the brink of the ledge. ആ കൂടിന്റെ അറ്റം വരെ അവൻ നടന്നു വന്നു. and standing on one leg, ഒറ്റക്കാലിൽ നിന്നുകൊണ്ട്, with the other leg hidden under his wing, മറ്റേ കാൽ എന്ത് ചെയ്തു? ചിറകിനടിയിൽ ഒളിപ്പിച്ചു വെച്ചു. he closed one eye, ഒരു കണ്ണടച്ചു. then the other, പിന്നീട് മറ്റേ കണ്ണുമടച്ചു. and pretended to be falling asleep, എന്നിട്ട് എന്ത് നടത്തി? ഒരു അഭിനയം. എന്താണ് അഭിനയം? ഞാൻ നല്ല ഉറങ്ങുകയാണ് എന്നൊരു അഭിനയം നടത്തി. still, എന്നിട്ടും they took no notice of him, അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളൊന്നും അവനെ ശ്രദ്ധിച്ചതേയില്ല.
He saw his two brothers and his sister lying on the plateau dozing. അവൻ എന്ത് കാഴ്ച കാണാൻ സാധിച്ചു? അവന്റെ സിബ്ലിങ്സ്, അവന്റെ കൂടപ്പിറപ്പുകൾ ആ സമതല പ്രദേശത്ത് ചെറിയ മയക്കത്തിലാണ്. അവരുടെ പുതിയ വാസസ്ഥലത്ത് അവർ കിടന്നുറങ്ങുകയാണ്. With their heads sunk into their necks. അവരുടെ തല കഴുത്തിലേക്ക് ചായ്ച്ചു വെച്ചാണ് കിടന്നുറങ്ങുന്നത്. His father was preening the feathers on his white back. അച്ഛനാണെങ്കിലോ നല്ല വെളുത്ത തൂവലുകൾ കൊത്തി മിനുക്കി വൃത്തിയാക്കുന്നു. Only his mother was looking at him. ആര് മാത്രമേ നോക്കുന്നുള്ളൂ? അമ്മ മാത്രമേ നമ്മുടെ യങ്സികളിനെ നോക്കുന്നുള്ളൂ. Okay, next paragraph. She was standing on a little high hump on the plateau, her white breast thrust forward. Now and again she tore at a piece of fish that lay at her feet, and then scraped each side of her beak on the rope. The sight of the food maddened him. അപ്പോൾ അമ്മ എന്താ ചെയ്യുന്നത്? She was standing on a little high hump on the plateau. ആ പ്ലാറ്റ്യൂവിലുള്ള ഒരു ചെറിയ ഉയർന്ന പ്രദേശത്ത്, ഒരു ഹമ്പ് എന്ന് പറഞ്ഞാൽ ഉയർന്ന പ്രദേശം. ആ ഉയർന്ന പ്രദേശത്ത് അമ്മ നിൽക്കുന്നുണ്ട്. Her white breast thrust forward. അമ്മയുടെ വെളുത്ത തൂവലുകൾ അടങ്ങിയ ആ ശരീരത്തിന്റെ മുൻഭാഗം ത്രസ്റ്റ് ഫോർവേഡ്, മുൻപിലേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. Now and again. വല്ലപ്പോഴുമായി she tore at a piece of fish. അമ്മ എന്ത് ചെയ്യുകയാണ്? കൊത്തി വലിക്കുകയാണ്. ടിയറിന്റെ പാസ്റ്റ് ആണ് ടോർ. ഓക്കെ, TEAR, ടിയർ. ടിയറിന്റെ പാസ്റ്റ് ആണ് എന്ത്? ടോർ, TOR. എന്ത് കൊത്തി വലിക്കുകയാണ്? ഒരു ഫിഷിന്റെ കഷ്ണം, ഒരു മീനിന്റെ കഷ്ണം കൊത്തി വലിക്കുകയാണ്. അറ്റ് ഹെർ ഫീറ്റ്, പാദത്തിന്റെ ചുവട്ടിലിട്ടുകൊണ്ട്, കാൽ ചുവട്ടിലിട്ട് അതിനെ കൊത്തി വലിക്കുന്നു. ആൻഡ് ദെൻ he scraped each side of her beak. എന്താണ് scraped? SCRAPED. scraped എന്ന് പറഞ്ഞാൽ ഉരയ്ക്കുകയാണ്. എന്താണ് ഉരയ്ക്കുന്നത്? കൊക്ക് ഉരയ്ക്കുന്നു. എന്തിനു വേണ്ടി? ആ മൂർച്ച കൂട്ടാൻ വേണ്ടി അവൾ കൊക്ക് ഉരയ്ക്കുന്നു. ആരാണ്? അമ്മ തന്റെ കൊക്കിന് മൂർച്ച കൂട്ടാൻ വേണ്ടി പാറയുടെ വശത്തായി കൊക്ക് ഉരയ്ക്കുകയാണ്. The sight of food maddened him. അപ്പൊ ആ ഫിഷ് കണ്ടപ്പോൾ, ആ മീനിനെ കണ്ടപ്പോൾ, ഭക്ഷണം കണ്ടപ്പോൾ എന്തായി? നമ്മുടെ യങ് സ്ത്രീകളിനെ വല്ലാത്ത മാഡൻഡ് എന്ന് പറഞ്ഞാൽ വിശപ്പ് കൊണ്ടുള്ള ഒരു ഭ്രാന്ത്, വിശപ്പ് അവനോടുള്ള ഒരു ആർത്തി അവനിൽ രൂപപ്പെട്ടു എന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കണം ഒന്നുകൂടി അതുവരെ. She was standing on a little high hump on the plateau. അപ്പോൾ അമ്മ ഇവിടെ നിൽക്കുന്നത് ഒരു ഉയർന്ന പ്രദേശത്താണ് നിൽക്കുന്നത്. Her white breast thrust forward. വെളുത്ത തൂവലുകൾ മുന്നിലേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. Now and again she tore at a piece of fish that lay at her feet. ഇടയ്ക്കിടെ എന്ത് ചെയ്യുന്നുണ്ട് അമ്മ പക്ഷി? തന്റെ കാൽച്ചുവട്ടിൽ ഒരു മീൻ കഷ്ണമുണ്ട്, അത് കൊത്തി വലിക്കുകയാണ്. ടോർ എന്ന് പറഞ്ഞാൽ വലിച്ചു കീറുക, കൊത്തി വലിക്കുക എന്നൊക്കെ അർത്ഥം. And then scraped each side of her beak on the rock. പിന്നീട് കൊക്കിന് മൂർച്ച കൂട്ടാൻ വേണ്ടി പാറയിൽ വെച്ച് ഉരയ്ക്കുന്നുണ്ട്. The sight of the food maddened him. അപ്പൊ ഈ ഫിഷ് കണ്ടപ്പോൾ, മീൻ കഷ്ണം കണ്ടപ്പോൾ നമ്മളുടെ യങ് സ്ത്രീകളിന് ആർത്തിമൂത്തു. ആ യങ് സ്ത്രീകളിന് വല്ലാത്ത വിശപ്പിനാലുണ്ടായ ഒരു ഭ്രാന്ത് അധികമായി. How he loved to tear food that way. അവനും ഭക്ഷണം അങ്ങനെ കാൽച്ചുവട്ടിലിട്ട് വലിച്ചു കീറി കൊത്തി തിന്നണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. He loved to tear food that way. ആ രീതിയിൽ അമ്മ എങ്ങനെയാണോ, അമ്മ പക്ഷി എങ്ങനെയാണോ ഭക്ഷണം കൊത്തി വലിച്ചു കീറി തിന്നുന്നത്, അതുപോലെ തനിക്കും ഭക്ഷിക്കണം എന്ന് ആഗ്രഹമുണ്ട്. Scraping his beak now and again on the rock. അല്ലെ, to wet it. അപ്പോൾ അവന് എന്ത് ചെയ്യണം? അവനും തൻ്റെ കൊക്കിന് മൂർച്ച കൂട്ടിക്കൊണ്ട് ആ ഒരു മീൻ കഷ്ണം കൊത്തി തിന്നാൻ പാകത്തിൽ ആ കൊക്കിന് മൂർച്ച കൂട്ടി അത് കൊത്തി തിന്നണം എന്ന ആഗ്രഹമുണ്ട്. He uttered a low cackle. അപ്പൊ അമ്മ തൻ്റെ ആഗ്രഹം അറിയുന്നതിന് വേണ്ടി നമ്മുടെ കുഞ്ഞു പക്ഷി എന്ത് ചെയ്തു? ലോ കാക്കിൾ, ചെറിയൊരു ശബ്ദം പുറപ്പെടുവിച്ചു അമ്മ കേൾക്കാൻ വേണ്ടി. His mother cackled too and looked at him. അപ്പൊ അമ്മ എന്ത് ചെയ്തു? മകൻ അമ്മയെ വിളിച്ചപ്പോൾ, ശബ്ദമുണ്ടാക്കി വിളിച്ചപ്പോൾ അമ്മ തിരിച്ചും അതേ ശബ്ദമുണ്ടാക്കി. and looked at him. എന്നിട്ട് അവനെ തന്നെ അമ്മ നോക്കി നിന്നു എന്നാണ് പറയുന്നത്.
അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് അമ്മ പക്ഷി എന്തൊക്കെ ചെയ്തു? അപ്പൊ നോക്കൂ, എന്താ അവിടെ ചോദ്യം കൊടുത്തേക്കണ? ഡു യു തിങ്ക് ദാറ്റ് യങ് സീഗൾസ് പാരന്റ്സ് വേർ ക്രൂവൽ? ചോദ്യം ഇതാണ്, നിങ്ങൾ കരുതുന്നുണ്ടോ ആ യങ് സീകളിന്റെ അച്ഛനമ്മമാർ ക്രൂവലാണ് എന്ന് നിങ്ങൾ കരുതുന്നു? ക്രൂരതയാണ് അവർ ആ പക്ഷിയോട് കാണിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സാധാരണഗതിയിൽ അമ്മ പക്ഷി മകൾക്ക് അല്ലെങ്കിൽ മകന് അല്ലെ, ചെറിയ കുഞ്ഞു പക്ഷിക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കേണ്ടതാണോ അതോ അവർ ചെയ്യുന്നത് ശരിയാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എങ്ങനെ ഉത്തരം പറയാം? നോർമലി അപ് ടു എൻ ഏജ് അല്ലെ, ഒരു പ്രായം വരേക്കും എന്ത് ചെയ്യും? പക്ഷികളൊക്കെ എന്ത് ചെയ്യും? അമ്മ പക്ഷികൾ കുഞ്ഞു പക്ഷിക്ക് തീറ്റ കൊണ്ടുവന്ന് കൊടുക്കും. പക്ഷെ അതിനുശേഷം ദേ മസ്റ്റ് ഫ്ലൈ ഓവർ ആൻഡ് ട്രൈ ടു ഫൈൻഡ് ദയർ ഓൺ ഫുഡ്. പറന്ന് അവർ സ്വന്തമായി അവർക്ക് ഭക്ഷണം കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ അല്ല എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞു പക്ഷി എന്താകും? അത് പറക്കാതെ എന്താവും? അവിടെ തന്നെ ഇരുന്ന് അലസനായി ഇരുന്ന് ചിലപ്പോൾ പറക്കാതെ ഭക്ഷണം കിട്ടാതെ ചത്തുപോകുന്ന സ്ഥിതിവിശേഷം വരും. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ദ യങ് സീഗൾസ് പാരന്റ്സ് were not at all cruel to him. യങ് സീഗളിന്റെ പാരന്റ്സ് ഒരിക്കലും അവനോട് ക്രൂരത കാണിക്കുന്നില്ല. ഇൻസ്റ്റഡ്, പകരം they teach him, പഠിപ്പിക്കുകയാണ്, എ ലെസൺ, ഒരു പാഠം പഠിപ്പിക്കുന്നു, ഹൗ ടു live on words അല്ലെങ്കിൽ ഹൗ ടു live forward, മുൻപിലേക്ക് എങ്ങനെ ജീവിച്ചു പോകണം എന്നുള്ളതിന്റെ ഒരു പാഠം പഠിപ്പിക്കുകയാണ് അച്ഛനും അമ്മയും ചെയ്യുന്നത്. ദിസ് ഈസ് ഡൂയിങ് ബിക്കോസ്, ഇങ്ങനെ പാഠം പഠിപ്പിക്കുന്നതിന്റെ കാരണം എന്താണ്? they loved their son so much, അവരവരുടെ മകനെ, ആ യങ് സീകളിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ടാണ് അച്ഛനും അമ്മയും ഇത്തരത്തിൽ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇറ്റ് ഈസ് നോട്ട് ദെയർ ക്രൂവൽറ്റി, അതൊരിക്കലും അവരുടെ എന്തല്ല, ക്രൂവൽറ്റി അല്ല. അപ്പൊ നമ്മൾ സാധാരണ പാരന്റ്സ് കുട്ടികളെ എന്ത് ചെയ്യാറുണ്ട്? ശാസിക്കാറുണ്ട്, അടിക്കാറുണ്ട് അല്ലെ, ചെറിയ ചെറിയ ശിക്ഷകൾ കൊടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ്? അവരോടുള്ള ക്രൂരത കാണിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, മറിച്ച് അവരിൽ കാണുന്ന തെറ്റുകുറ്റങ്ങൾ ശരിയാക്കി അവരെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയാണ് അച്ഛനമ്മമാർ സാധാരണഗതിയിൽ അവരെ ശാസിക്കാറും അതുപോലെ തന്നെ ശിക്ഷിക്കാറുമുള്ളത് അല്ലെ. അതുപോലെ തന്നെ ഇവിടെയും യങ് സീകളിനോട് കാണിച്ച ക്രൂരതയല്ല എന്ന് നമ്മൾക്ക് ഉത്തരവേക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പേർ അവിടെ കൊടുത്തിട്ടുള്ളത് ഗ ഗ എന്ന ശബ്ദം കൊടുത്തിട്ടുണ്ട്. അവൻ കരയുന്ന ശബ്ദമാണ്. യങ് സീഗൾ കരയുന്നു. He cried, begging her to bring him over some food. എന്താ ചെയ്യുന്നത്? begging, അമ്മയോട് യാചിക്കുകയാണ്. to bring him over some food, കുറച്ച് ഭക്ഷണം എനിക്ക് കൊണ്ടുവന്നു താ എന്ന് അമ്മയോട് യാചിക്കുകയാണ് ആ ശബ്ദത്തിലൂടെ അവൻ കരഞ്ഞുകൊണ്ട് പറയുന്നത്. She screamed back mockingly. അപ്പൊ വേറൊരു ശബ്ദം അവിടെ എഴുതിയിട്ടുണ്ട്. She screamed back. അപ്പൊ അമ്മ എന്ത് ചെയ്തു? ഉച്ചത്തിൽ ഒരു ശബ്ദമുണ്ടാക്കി. മോക്കിംഗ്ലി, എന്താണ് മോക്കിംഗ് എന്ന് പറഞ്ഞാൽ? പരിഹസിക്കുക. മകനെ പരിഹസിച്ചുകൊണ്ട് അമ്മ തിരിച്ച് ഒരു ശബ്ദമുണ്ടാക്കി. മോക്ക് എന്ന് പറഞ്ഞാൽ പരിഹാസം. പരിഹാസപൂർവം ഒരു ശബ്ദമെടുത്ത് മകനെ കളിയാക്കി. But he kept calling plaintively. അമ്മ പരിഹസിച്ചു എങ്കിലും നമ്മുടെ കുഞ്ഞു പക്ഷി kept calling. What do you mean kept calling? Calling continuously. തുടർച്ചയായി വിളിച്ചുകൊണ്ടിരുന്നു. എങ്ങനെ? plaintively. എന്താണ് plaintively? plaintively വളരെ ദുഃഖത്തോടെ. plaintively എന്ന് പറഞ്ഞാൽ വളരെയധികം സങ്കടത്തോടെ അല്ലെങ്കിൽ ദുഃഖത്തോടെ ആ കുഞ്ഞു പക്ഷി കരഞ്ഞുകൊണ്ടേയിരുന്നു. ആൻഡ് ആഫ്റ്റർ എ മിനിറ്റ് ഓർ സോ, അങ്ങനെ 1-2 നിമിഷം കഴിഞ്ഞപ്പോൾ he uttered a joyful scream. പെട്ടെന്ന് നല്ല ജോയ്ഫുൾ ആയി എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല സന്തോഷം കൊണ്ട് അവൻ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. നമ്മുടെ കുഞ്ഞു പക്ഷി എന്താ സന്തോഷിക്കാനുള്ള കാരണമുണ്ടായത്? His mother had picked up a piece of fish. അവന്റെ അമ്മ എന്ത് ചെയ്യുന്നു? ഒരു കഷ്ണം മീന് കൊത്തിയെടുത്തു. and was flying across to him with it. നമ്മുടെ യങ് സീകളിന്റെ അടുത്തേക്ക് അമ്മ പക്ഷി ആ മീൻ കഷ്ണം കൊണ്ട് പറന്നു വരികയാണ്.
He leaned out eagerly. എന്താണ് eagerly? ആകാംക്ഷയോടെ അവൻ ആ മീൻ കഷ്ണത്തിലേക്ക് leaned out, എത്തിപ്പിടിക്കാൻ നോക്കി. leaned out, എത്തിപ്പിടിക്കുക. Tapping the rock with his feet. Tapping the rock എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എത്തി വലിയുന്നതിനാണ് പറയുന്നത്. അവൻ ഇങ്ങനെ എത്തി വലിഞ്ഞുകൊണ്ട് അവൻ ആ മീൻ കഷ്ണത്തെ പിടിക്കാൻ നോക്കി. Trying to get nearer to her as she flew across. വിലങ്ങനെ across ആയി അമ്മ പറന്നു വരുന്ന സമയത്ത് ആ അമ്മയുടെ കാലിൽ തൂക്കി പിടിച്ചിട്ടുള്ള മീൻ കഷ്ണം അല്ലെ, ആ മീൻ കഷ്ണത്തിലേക്ക് അവൻ എത്തി വലിഞ്ഞ് പിടിക്കാൻ നോക്കി. ഓക്കെ. ആൻഡ് ബട്ട് വെൻ ഷി വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഹിം, പക്ഷെ അമ്മ പക്ഷി അവന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ എത്തിയപ്പോൾ abreast of the ledge, എന്താണ് abreast? പക്കത്ത്, ആ കൂടിന്റെ ഏറ്റവും, ആ പാറയിടുക്കിന്റെ ഏറ്റവും അടുത്തെത്താറായി she halted. പക്ഷെ ആ പാറയിടുക്കിലേക്ക് അമ്മ പറന്നു വന്നില്ല. അമ്മ എന്ത് ചെയ്തു? അവിടെ ആ അന്തരീക്ഷത്തിൽ അങ്ങനെ സ്റ്റില്ലായി നിന്നു. ഹോൾട്ട് ചെയ്തു. ഹോൾട്ട് ചെയ്യുമ്പോൾ സ്റ്റില്ലായിരുന്നു. her legs hanging limb, കൊക്കിലാണ് മീൻ കഷ്ണം വെച്ചിട്ടുള്ളത്. അപ്പൊ കാലുകൾ എന്ത് ചെയ്തു? ഹാങ്ങിങ് ലിംബ്, കാലുകൾ അങ്ങനെ തൂക്കിയിട്ടു. her wings motionless, പറക്കാതെ നിൽക്കുന്ന, നിശ്ചലമായി നിൽക്കുന്ന അവസ്ഥ. ചിറകുകൾ എങ്ങനെ വെച്ചു? motionless, അനങ്ങാതെ വെച്ചു. the piece of fish in her beak, അമ്മ പക്ഷിയുടെ കൊക്കിലുള്ള ആ മീൻ കഷ്ണം almost within the reach of his beak, ഏറെക്കുറെ നമ്മുടെ കുഞ്ഞു പക്ഷിയുടെ കൊക്കിന്റെ അടുത്തെത്താറായിട്ടുണ്ട്. അമ്മ പക്ഷി കുഞ്ഞു പക്ഷിക്ക് മീൻ കഷ്ണം കൊടുത്തിട്ടില്ല. ഇനിയും കുറച്ച് ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ കുഞ്ഞു പക്ഷിക്ക് അങ്ങോട്ട് എത്തിപ്പിടിക്കാനും പറ്റുന്നില്ല. അത്തരത്തിലുള്ള ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട് അമ്മ പക്ഷി. ഓക്കെ, അപ്പൊ ഒന്നുകൂടി നോക്കാം. He cried begging to her bring him over some food, കുറച്ച് ഭക്ഷണം കൊണ്ടുവന്ന് തരാൻ അപേക്ഷിച്ചു. And she screamed back mockingly, അമ്മ പക്ഷി എന്ത് ചെയ്തു? പരിഹാസിച്ചു ചിരിച്ചു. തിരിച്ച് നിനക്ക് ഞാൻ ഭക്ഷണം കൊണ്ടുവന്ന് തരില്ല എന്ന് പരിഹസിച്ചു ചിരിച്ചു. But he kept calling plaintively, പക്ഷെ നമ്മളുടെ കുഞ്ഞു പക്ഷി വളരെ ദുഃഖത്തോടെ, സങ്കടത്തോടെ, plaintively, വളരെ ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ടേയിരുന്നു. And after a minute or so he uttered a joyful scream. 2 നിമിഷം കഴിഞ്ഞപ്പോൾ അവന് നല്ല സന്തോഷമുണ്ടായി. സന്തോഷത്തിൽ അവൻ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. കാരണം his mother had picked up a piece of fish, അമ്മ പക്ഷി എന്ത് ചെയ്തു? ആ കഷ്ണം മീന് കൊത്തിയെടുത്തു. and was flying across to him with it, അതും എടുത്ത് കുഞ്ഞു പക്ഷിയുടെ അടുത്തേക്ക് പറന്നു വരികയാണ്. ആ കാഴ്ച അവനെ വല്ലാതെ സന്തോഷിപ്പിച്ചു കളഞ്ഞു. he leaned out eagerly, ആകാംക്ഷയോടെ നമ്മുടെ കുഞ്ഞു പക്ഷി ആ മീൻ കഷ്ണത്തിലേക്ക് എത്തിപ്പിടിക്കാൻ ശ്രമം നടത്തി. tapping the rock with his feet, ആ കാൽപാദം പാറയിൽ ഉരച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ എത്തി വലിയുകയാണ്. എത്തി വലിയുമ്പോൾ കാലെന്ത് ചെയ്യും? പാറയിൽ അങ്ങനെ ഉരയും അല്ലെ. അങ്ങനെ trying to get nearer to her, അമ്മ പക്ഷിയുടെ അടുത്തെത്താൻ ശ്രമിക്കുന്നു. as she flew across, അങ്ങനെ പറന്നു വരുമ്പോൾ അമ്മയുടെ അടുത്തെത്താൻ കുഞ്ഞു പക്ഷി ശ്രമിക്കുകയാണ്. but when she was just opposite to him, പക്ഷേ അമ്മ പക്ഷി എന്ത് ചെയ്തു? സൂത്രം, ഈ കുഞ്ഞു പക്ഷിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് എത്തിയപ്പോൾ എന്ത് ചെയ്തു? abreast of the ledge, അവൻ താമസിക്കുന്ന ആ ലെഡ്ജിന്റെ, പാറയിടുക്കിന്റെ വക്കത്തെത്താറായി. abreast comes nearer, വളരെ അടുത്തെത്തി. she halted, അവിടെ എന്ത് ചെയ്തു? സ്റ്റില്ലായി നിന്നു അമ്മ പക്ഷി. എന്നിട്ടോ her legs hanging limb, കാലുകളൊക്കെ അങ്ങനെ തൂക്കിയിട്ടു പറക്കാതെ. and her wings motionless, ചിറകുകൾ അനക്കാതെ വെച്ചു. the piece of fish in her beak, അമ്മ പക്ഷിയുടെ ആ കൊക്കിലുള്ള ആ കഷ്ണം മീന് almost within the reach of his beak, കുഞ്ഞു പക്ഷിയുടെ കൊക്കിന്റെ ഏറ്റവും അടുത്തെത്തി കഴിഞ്ഞു, പക്ഷെ കിട്ടിയിട്ടുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് അമ്മ പക്ഷി ഇപ്പോൾ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത്. അപ്പോ അമ്മ പക്ഷി ഒരു ശ്രമം നടത്തുകയാണ്, നമ്മുടെ കുഞ്ഞു പക്ഷിയെ പറക്കാൻ പഠിപ്പിക്കാൻ ഒരു ശ്രമം നടത്തുകയാണ് അമ്മ പക്ഷി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ തുടർന്നുള്ള പാരഗ്രാഫുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. ഇത്രയും എടുത്ത പാരഗ്രാഫുകൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇതിന്റെ സൈഡിൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. Can you justify the attitude of parents? ഇവിടെ ഈ സീഗളിന്റെ പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡിനെ നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കുമോ, ന്യായീകരിക്കാൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം.
ഓഫ് കോഴ്സ് അല്ലെ, തീർച്ചയായും ഉത്തരം നമുക്ക് എന്ത് ചെയ്താം, ഓഫ് കോഴ്സ് വി ക്യാൻ ജസ്റ്റിഫൈ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് പാരന്റ്സ്. ആ പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡിനെ നമ്മൾ ന്യായീകരിക്കുക തന്നെ ചെയ്യും. ബിക്കോസ് ദേ ആർ ട്രൈങ് ടു മോട്ടിവേറ്റ് ദയർ സൺ അല്ലെങ്കിൽ യങ് സീഗളിനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ബിക്കോസ് he wanted to live on his own. അവന് സ്വന്തമായി ജീവിക്കേണ്ടതുണ്ട്. So it is the duty of parents to equip him, പ്രാപ്തനാക്കുക, to equip him to live his own. അവന് സ്വന്തമായി ജീവിക്കണമെങ്കിൽ അവനതിന് പ്രാപ്തി ഉണ്ടാകണം. അപ്പൊ അതിനു വേണ്ടിയുള്ള ശ്രമമാണ് നമ്മുടെ യങ് സീഗളിന്റെ പാരന്റ്സ് നടത്തുന്നത്. അടുത്ത ചോദ്യം കൊടുത്തിട്ടുണ്ട്, യുവർ പാരന്റ്സ് സംടൈംസ് ബിഹേവ് ഇൻ ദ സെയിം മാനർ, ദേ മേ സീം ക്രൂവൽ ആൻഡ് അൺറിലന്റിങ്, does it mean that they do not love you? നിങ്ങളുടെ പാരന്റ്സും ഇത്തരത്തിൽ ചിലപ്പോൾ നിങ്ങളോട് പെരുമാറാറുണ്ട്, അതിന്റെ അർത്ഥം അവർക്ക് നിങ്ങളോട് ഇഷ്ടമല്ല എന്നാണോ? അതാണോ അർത്ഥം? അല്ല, അല്ലെ? പാരന്റ്സ് ഓൾവേസ് വാണ്ട് their children to become അല്ലെങ്കിൽ ടു ട്രാവൽ ഇൻ എ ഗുഡ് പാത്ത്. പാരന്റ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? തങ്ങളുടെ മക്കൾ നല്ല രീതിയിൽ വളരണം, they should attain a good future എന്നൊക്കെയാണ് എപ്പോഴും പാരന്റ്സ് ആഗ്രഹിക്കുന്നത്. So for that purpose they need some kind of little punishments in during the childhood time, during the adolescent period, അല്ലെ? adolescent periodലും ചൈൽഡ്ഹുഡിലും അച്ഛനമ്മമാർ ശകാരിച്ചെന്ന് വരാം, ശിക്ഷിച്ചെന്ന് വരാം. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഫോർ ദ ബെസ്റ്റ് ഫ്യൂച്ചർ ഓഫ് ദയർ ചിൽഡ്രൻ, അല്ലെ മക്കളെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാരഗ്രാഫ് എല്ലാം നിങ്ങൾ നന്നായി വായിച്ച് അർത്ഥം മനസ്സിലാക്കുക, സൈഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കൂ. എന്നിട്ട് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ തുടർന്നുള്ള പാരഗ്രാഫുകൾ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു, ടേക്ക് കെയർ.